everyone, welcome back to Silent Learning. It's me Jamshad. ഇന്ന് നമ്മൾ എഡിറ്റിംഗ് എല്ലാവർക്കും വിഷയമുള്ള എല്ലാവരും പറയുന്ന ഒരു വിഷയമാണ്. ഗ്രാമറിൽ പലപ്പോഴും മാർക്ക് പോകുന്ന ഒരു ഏരിയ ആണ് എഡിറ്റിംഗ് എന്നുള്ളത്. എഡിറ്റിംഗ് നിങ്ങൾക്ക് ഇനി സൂപ്പർ ആക്കി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് സെറ്റ് ആക്കാൻ പോവാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ 8ാം ക്ലാസ്സിന്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടാൻ മറന്നു വരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഈ ചാനലിനെ പറ്റിയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക. യൂസ്ഫുൾ ആണെങ്കിൽ ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് എഡിറ്റിംഗ്, എങ്ങനെയാണ് എഡിറ്റിംഗ് നോക്കാം. എഡിറ്റിംഗ് ആക്ച്വലി ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരും കേട്ടോ. ഇത് കഴിഞ്ഞ വർഷം 2022-23 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞ മുന്നത്തെ വർഷം. ഓക്കെ, മിസ്റ്റർ ഫെഡ്സ് poured a cup of cider and a hand. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്ത് എന്നിട്ട് ചോദിച്ചെന്താ വെച്ചാൽ ഇവിടെ ഹാൻഡ് എന്നുള്ളത് തെറ്റാണ്, അവിടെ അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്താണ് അവിടുത്തെ മിസ്റ്റേക്ക്? അതുപോലെ തന്നെ ഗ്രേറ്റ്ഫുള്ളിൽ എന്താണ് മിസ്റ്റേക്ക്, വേറിൽ എന്താണ് മിസ്റ്റേക്ക്? ഇതാണ് ആക്ച്വലി മിസ്റ്റേക്കുകളൊക്കെ കൊടുത്തുള്ളത്. എന്താണ് അതിന്റെ ആൻസർ എന്നുള്ളത് ഒറ്റ നേരം നിങ്ങൾ ആലോചിച്ച് നോക്കുക. എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇതുപോലെ തന്നെ മിസ്റ്റേക്കുകളായിട്ട് വരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എഡിറ്റിംഗിൽ എന്തൊക്കെ മിസ്റ്റേക്കുകൾ വരാൻ പറ്റും, ഇതൊക്കെയാണ് വരാൻ പോകുന്നത്. ബേസിക് ഗ്രാമർ മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. ബേസിക് ഗ്രാമർ മിസ്റ്റേക്ക്, അതായത് ടെൻസ് റിലേറ്റഡ് സംഭവങ്ങൾ, സെന്റൻസിന്റെ സ്ട്രക്ചർ മാറ്റിയിട്ട് ഓക്കെ ഹി ഗോ എന്ന് പറഞ്ഞ് ഗോ ഹി എന്ന് ഓപ്പോസിറ്റ് തിരിച്ചിട്ട് കൊടുക്കാറുണ്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ വേർഡിന്റെ ഓർഡർ, ഒരു വേർഡിന് ഒരു ഓർഡർ ഉണ്ടായിരിക്കും. പിന്നെ അതായത് ഗെയ്വിന് എ കഴിഞ്ഞിട്ട് വി അല്ലേ, അതുപോലെ വി കഴിഞ്ഞിട്ട് ഇ ആക്കിയിട്ട് അങ്ങനെ ആട്ടും ഇങ്ങോട്ട് മാറ്റാറുണ്ട്. പങ്ക്ച്വേഷൻ മാർക്ക് ഓക്കെ, ഇതുപോലെ തന്നെ പങ്ക്ച്വേഷൻ മാർക്ക്, എക്സ്പ്ലനേഷൻ, അത് പിന്നെ എക്സ്ക്ലമേറ്ററി മാർക്ക്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മാർക്ക് തുടങ്ങിയിട്ടുള്ള കുറെ മാർക്ക് ഉണ്ട്. ആ മാർക്കുകളിൽ പങ്ക്ച്വേഷൻ മാർക്കുകളിൽ മിസ്റ്റേക്ക് വരുത്താറുണ്ട്. ടെൻസുകളിൽ മിസ്റ്റേക്ക് വരുത്താറുണ്ട്. സബ്ജക്ട് വേർബ് അഗ്രിമെന്റ്, സബ്ജക്റ്റിനനുസരിച്ചുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർബ് ആവണം അല്ലെ. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ആ ഒരു വേർബും പ്ലൂറൽ ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ പിന്നെ വേർബും സിംഗുലർ ആയിരിക്കണം. അതുപോലെ അങ്ങനെ അത് വേണം. റിലേറ്റീവ് പ്രൊനൗൺ ആൻഡ് റിലേറ്റീവ് ക്ലോസസ് ഇതും സെറ്റ് ആയിരിക്കണം. അതായത് പിന്നെ there is a boy who is beautiful. There is a boy ആണെങ്കിൽ അവിടെ who കൊടുക്കണം, കാരണം ബോയ് ഒരു മനുഷ്യനാണ്. There is a bat which is beautiful. ബാറ്റ് ആണെങ്കിൽ, ബാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിക്കറ്റ് ബാറ്റ്, അതാണെങ്കിൽ which കൊടുക്കണം. അങ്ങനെ അത് ആ ഒരു റിലേറ്റീവ് പ്രോനൗണും കറക്റ്റ് ആയിരിക്കണം. അങ്ങനെയുള്ള മിസ്റ്റേക്കുകളൊക്കെയാണ് നമുക്ക് എഡിറ്റിംഗിൽ എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഓൾറെഡി കൊടുത്തിട്ടുള്ള ഈ ഒരു എഡിറ്റിംഗിന്റെ ആൻസർ ഇതൊന്നും നമുക്ക് ചെയ്ത് നോക്കിയാലോ. നോക്കിക്കോ ഇവിടെ മിസ്റ്റർ ഫെഡ്സ് poured a cup of cider and hand. ഇവിടെ ഹാൻഡ് എന്നുള്ളത് ഒരിക്കലും സ്യൂട്ടബിൾ ആണെന്നില്ല. ഓക്കെ, അത് അങ്ങോട്ട് കൈമാറി എന്നാണ്. ഓക്കെ, കൈമാറി എന്ന് കൊടുക്കുന്ന സമയത്ത് കൈമാറി എന്നുള്ളതിന് ഹാൻഡ് എന്നുള്ളത് ഒരിക്കലും സ്യൂട്ടബിൾ അല്ല. അത് ആക്ച്വലി V1 ആണ് ഇവിടെ ഉള്ളത്. അത് V2ലേക്ക് മാറ്റി നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. പക്ഷെ അത് V2 ആണെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? നോക്കാം, എന്താ പിടിച്ചോ. ഇതില് poured എന്ന് കൊടുത്തിട്ടുണ്ട്. poured അതെന്താക്കിയിട്ടുണ്ട്, ഒഴിച്ചു എന്നാണ്. ഒഴിച്ചു എന്ന് പറയുമ്പോൾ pour എന്നാണ് V1, അതിന്റെ V2 ആണ് ഇവിടെ ഓൾറെഡി എന്താക്കിയിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. അപ്പൊ തന്നെ മനസ്സിലായി ഇറ്റ്സ് എ പാസ്റ്റ് ടെൻസ്. ഇതൊരു പാസ്റ്റ് ടെൻസിലുള്ള സെന്റൻസ് ആണ്, കഴിഞ്ഞ കാലഘട്ടത്തിൽ പറയുന്നതാണ്. അപ്പൊ ഉറപ്പായിട്ടും ഇവിടെ ഹാൻഡ് എന്നുള്ളത് അത് ശരിയല്ല. ഹാൻഡ് എന്ന് പറഞ്ഞ വേർബാണ്, കൈമാറുക എന്നുള്ള വേർബാണ്. അതിന്റെ V1 അല്ല, അതിന്റെ V2 ആണ് ഇവിടെ വേണ്ടത്. അപ്പൊ എന്തായി വരും, അത് ഹാൻഡ് ഓവർ എന്നൊക്കെ പറയല്ലേ, ഹാൻഡ് അത് കൈമാറി. ദ ലിറ്റിൽ ബോയ് ആ ചെറിയ ചെക്കന് കൊടുത്തു. ഓക്കെ ദ ലിറ്റിൽ ബോയ് ഡ്രാങ്ക് ഇറ്റ് ഡൗൺ. അവിടെയൊക്കെ ഉണ്ടോ, ഇതൊക്കെ ഡ്രിങ്കിന്റെ പാസ് ആയിട്ടുള്ള V2 ആണ് കൊടുത്തത്, അവിടെ മിസ്റ്റേക്ക് ഇല്ല. ദാറ്റ്സ് റൈറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ മാത്രമാണ് മിസ്റ്റേക്ക്. അപ്പോ കറക്റ്റ് നമുക്ക് മനസ്സിലായി, യെസ് അതൊരു മിസ്റ്റേക്ക് ആണെന്ന് മനസ്സിലായി. ഇവിടെ ഗ്രേറ്റ്ഫുള്ളി ഓക്കെ, അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. യെസ്, അവിടെ എന്താ മിസ്റ്റേക്ക്? നിങ്ങൾക്ക് കുറെ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, അവിടെ ഈ നോക്കിക്കോ മിസ്റ്റേക്ക് എന്താന്ന് വെച്ച് നിങ്ങളെ മൈൻഡിലേക്ക് വരുന്നുണ്ട്. ഗ്രേറ്റ്, ഇവിടെ ഒരു ഇന്റെ കുറവുണ്ട് ഗൈസ്, അവിടെ ഒരു ഇന്റെ കുറവുണ്ട്. ഗ്രേറ്റ്ഫുള്ളി ഓക്കെ, അവിടെ ഗ്രേറ്റ്ഫുള്ളി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഇങ്ങനെയും നമുക്ക് പണി കിട്ടാറുണ്ട്. നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗ്രേറ്റ്ഫുള്ളി എന്നുള്ളതിൽ പോലത്തതിലൊക്കെ നിങ്ങൾക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തന്നിട്ട് നിങ്ങൾക്ക് പണി തരാറുണ്ട്. അത് ശ്രദ്ധിക്കാം, നന്നായിട്ട് ശ്രദ്ധിക്കാം, സെറ്റ് ആക്കാം. ഹണ്ടിങ് ഫോർ ഹൗസസ് were thirsty work. വീടുകൾക്ക് വേണ്ടിയിട്ട് ഹണ്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഈ ഒരു ദാഹം ഉണ്ടാക്കുന്ന ഒരു വർക്കാണ്. ഓക്കെ, ഹണ്ടിങ് ഫോർ ഹൗസസ് വേർ, ഇതിലെന്താ മിസ്റ്റേക്ക്? വേറെ എന്നുള്ളതാണ് മിസ്റ്റേക്ക്. പക്ഷെ അതിന്റെ ആൻസർ, കറക്റ്റ് ആൻസർ ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ പറയും ശരിക്കും അവിടെ വേറല്ലേ സാറേ, വാസ് അല്ലേ വേണ്ടതെന്ന് ചോദിക്കും. വാസ് ഈസ് റൈറ്റ് ആൻസർ. പക്ഷെ എന്തുകൊണ്ട് അത് വാസായി എന്നുള്ളതാണ്. ശരിക്കും ഇവിടെ പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സിംഗുലറിന്റെ കൂടെ ആണെങ്കിൽ വാസ് ആണ് വരിക. ഓക്കെ, പ്ലൂരൽ ആണെങ്കിൽ എന്ത് വരും, വേറെ വരും. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ടെൻസുകളൊക്കെ പഠിച്ചതാണ്. പക്ഷെ നിങ്ങൾ ചിന്തിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, സിംഗുലർ ആണെങ്കിൽ വാസ് ആണ് വരിക,
പക്ഷെ ഹൗസസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹൗസസ് പ്ലൂറൽ അല്ലേ? ഓക്കെ, കുറെ വീടുണ്ട്, ഹൗസസ് പ്ലൂറൽ അല്ലേ? പക്ഷെ ഈ ഒരു വേർ എന്നുള്ള ഈ തേഴ്സ്റ്റി എന്നുള്ള ഈ ഒരു വേർഡ് കണക്ട് ആവുന്നത് എങ്ങോട്ടാണ്? ഹണ്ടിങ്. ഹണ്ടിങ് എന്നുള്ളതാണ് ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു വേർഡ് എന്ന് പറയുന്നത്. ഹണ്ടിങ് എന്നുള്ളതാണ്. എന്താണ്? ഹണ്ടിങ് എന്നുള്ളതാണ്. ഹണ്ടിങ് എന്നത് വീടുകൾക്ക് വേണ്ടി ഹണ്ട് ചെയ്യുക. ഹണ്ടിങ് ഫോർ ഹൗസസ്, വീടുകൾക്ക് വേണ്ടി ഹണ്ട് ചെയ്യുക എന്നത്. അപ്പൊ ഹണ്ടിങ് എന്നുള്ളത് എന്താണ്? സിംഗുലർ ആണ്. അപ്പൊ മെയിൻ വേർബ് ഏതാണെന്നുള്ളത്, അല്ലെങ്കിൽ അതിൽ മെയിൻ ഉദ്ദേശിക്കപ്പെട്ട ആ ഒരു മെയിൻ വേർഡ് ഏതാന്നുള്ളത് നമ്മൾ എന്താക്കണം? ഐഡന്റിഫൈ ചെയ്യണം. ഈ വേർ എങ്ങോട്ടാണ് കണക്ട് ആവുന്നത്? ഹണ്ടിങ്ങിലേക്കാണ്. അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പൊ ഇതിവിടെ വേറെ ഓൾറെഡി അത് തെറ്റാണെന്ന് കൊടുത്തത് കൊണ്ട് നമുക്ക് എന്തായി കറക്റ്റ് മനസ്സിലായത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കുക. എഡിറ്റിംഗ് ചിലപ്പോൾ പണി തരുന്ന ഒരു സംഭവമാണ്. ഇനി ഒരു എക്സാമ്പിൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കും? ഇതിന്റെ കറക്റ്റ് ലെവലിലേക്ക് നമ്മൾ കിട്ടാൻ പോകണം. ഇത് സെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഏകദേശം ഐഡിയ കിട്ടി എങ്ങനെ വരിക എന്നുള്ളത്. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുള്ള ആൾക്കാർക്ക് ലൈക്ക് ചെയ്യട്ടോ. ലൈക്ക് ചെയ്യാം, സെറ്റ് ആണെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനോട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താകും? കുറച്ചുകൂടി ഈസി ആയിട്ട് അതിന്റെ കറക്റ്റ് ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ഒരു എക്സാമ്പിളോട് കഴിയുമ്പോഴേക്കും നിങ്ങൾ സെറ്റ് ആയി പോകണം. നോക്കി പിടിച്ചോ. കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ, കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള എഡിറ്റിംഗിന്റെ ക്വസ്റ്റ്യൻ ആണ്. ലൈഫ് വാസ് എ ജേർണി ഫ്രം ബർത്ത് ടിൽ ഡെത്ത്. ഓക്കെ, ഇവിടെ തന്നെ കൊടുക്കാം, ഓരോന്നിനും നോക്കാം. ലൈഫ് വാസ്, അവിടെ എന്താടാ ലൈഫ് വാസ് എന്നുള്ളതിൽ പിന്നെ അത് ജസ്റ്റ് എന്താണ് മിസ്റ്റേക്ക്? അവിടെ ലൈഫ് വേറെന്നാണോ കൊടുക്കേണ്ടത്? ശരിക്കും അവിടെ ലൈഫ് വാസിന് പകരം വേറെന്നാണോ കൊടുക്കേണ്ടത്? എന്താ പ്രശ്നം? അവിടെ വേറെന്നാണോ കൊടുക്കേണ്ടത്? അല്ല, നമ്മൾ നേരത്തെ വാസിലുള്ളത് വേറായിരുന്നു, അതുകൊണ്ട് എല്ലാ വാസും വേറാവില്ല, വേറെല്ലാം വാസ് ആവുകയില്ല. ഇത് നമുക്ക് ഈ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ഏത് ടെൻസിലാണ് നോക്കണം? നോക്കിയോ, ദിസ് ജേർണി ഈസ്, അത് മിസ്റ്റേക്ക് അല്ലല്ലോ, അവിടെ അണ്ടർലൈൻ ഇല്ലല്ലോ. അപ്പൊ നമുക്ക് മനസ്സിലാകാം ഇതെന്താണ്? പ്രസന്റ് ടെൻസിലാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വാസ് അല്ല വേണ്ടത്, അവിടെ ഈസ് വേണം എന്നുള്ളത്. ട്രിക്കാണ്, യൂസ് ചെയ്യുക. അപ്പൊ കംപ്ലീറ്റ് ആ ഒരു സെന്റൻസിന്റെ ടെൻസ് ഏതാണെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാകും? യെസ്, അവിടുത്തെ മിസ്റ്റേക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ നേരെ പോകുന്നു. ദിസ് ജേർണി ഈസ് എ മിക്സ്ചർ ഓഫ് ഗുഡ് ഓർ ബാഡ്. ഗുഡിന്റെയോ ബാഡിന്റെയോ മിക്സ്ചർ ആണ്. അതെങ്ങനെ ശരിയാവും? നല്ലതിന്റെയോ ചീത്തയുടെയോ, അതിന്റെ രണ്ടിന്റെയും മിശ്രിതം, അങ്ങനെ വരുമോ? നല്ലതിന്റെയും ചീത്തയുടെയും എന്നല്ലേ വരുള്ളൂ, അതല്ലേ കറക്റ്റ്? അപ്പൊ ഇവിടെ ഓറിന് പകരം നിങ്ങൾ എന്താ? നിങ്ങളെ മൈൻഡിൽ ഇതിന്റെ ആൻസർ വരുന്നുണ്ടല്ലോ. 3 മാർക്കിൽ 2ാമത്തെ മാർക്ക് നിങ്ങൾ കിട്ടാൻ പോവാണ്. അതിന്റെ ഓറിന് പകരം ഏതാ? ജസ്റ്റ് പറഞ്ഞോ. യെസ്, ദാറ്റ്സ് റൈറ്റ് ആൻസർ. ആൻഡ് ആണ് മക്കളെ അവിടെ കറക്റ്റ് ആൻസർ കിട്ടിയിട്ടുണ്ടാവുന്ന ഞാൻ വിശ്വസിക്കുകയാണ്. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് ഒരൊറ്റ മിസ്റ്റേക്ക് കൂടെ ഉണ്ട്. ഫേസിംഗ് ദ ചാലഞ്ചസ് ദാറ്റ് ലൈഫ് ത്രോ ടു ഹിം. നമ്മൾ ഓൾറെഡി പറഞ്ഞു സിമ്പിൾ പ്രസന്റ് ടെൻസിൽ. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞത് പിന്നെ പാസ്റ്റ് ടെൻസിലായിരുന്നു. നമ്മൾ സിംഗുലർ ആണെങ്കിൽ നേരത്തെ വാസ് ഉപയോഗിച്ചിരുന്നു, അതുപോലെ തന്നെ പ്ലൂറൽ ആണെങ്കിൽ വേർ ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമുക്ക് ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട്. സിംഗുലർ ആണെങ്കിൽ അപ്പൊ ഏതൊക്കെ സബ്ജക്റ്റാ സിംഗുലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, ഹി, ഷീ, ഇറ്റ്, പിന്നെ ഏതെങ്കിലും നെയിമുകൾ, രാജു കൊടുക്കുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു വസ്തു, ഓക്കെ, മൊബൈൽ, ഓക്കെ, അങ്ങനെ ഏതൊക്കെ വസ്തു ഇതൊക്കെ ഒന്നാണെങ്കിൽ ജസ്റ്റ് we can call that singular. ഓക്കെ, അതിന്റെ കൂടെ സിംഗുലർ ആവുന്ന സമയത്ത്, സിമ്പിൾ പ്രസന്റ് സിംഗുലർ ആവുന്ന സമയത്ത് അവിടെ എസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതിന് ശേഷമുള്ള വേർബിന്റെ കൂടെ എസ് ഉണ്ടായിരിക്കും. ഇനി പ്ലൂറൽ ഏതാ? പ്ലൂറൽ പഠിക്കാൻ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു വേണ്ട്. ഐ, യു, ദേ, വി, പിന്നെ 2 പേര് രാജു ആൻഡ് രാധ. ഇനി മൊബൈൽസ്. ഓക്കെ, ഇതൊക്കെ എന്താണ്? പ്ലൂറൽ ആണ് ഗൈസ്, പ്ലൂറൽ ആണ്. അതിന്റെ കൂടെ എസ് ഉണ്ടാവുകയില്ല. ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ മനസ്സിൽ വെക്കുക. എന്നിട്ട് ഇതിന്റെ ആൻസർ ചെയ്യുന്ന സമയം നിങ്ങൾക്ക് ഈസി ആയി കിട്ടും. നോക്കിക്കോ, എവിടെയൊക്കെ കണക്ട് ചെയ്യുന്ന നോക്കണേ. ത്രോ എന്നുള്ളത് എന്തിലേക്ക് കണക്ട് ചെയ്യുന്നത്? ഫേസിംഗ് ദ ചാലഞ്ചസ് ദാറ്റ് ലൈഫ് ത്രോ എന്നാണ്. ലൈഫ് എന്നുള്ളത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? നിങ്ങൾ ആലോചിക്കോ, ലൈഫ് എന്നുള്ളത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ലൈഫ്സ് എന്നാണെങ്കിൽ അത് പ്ലൂറൽ ആവുമായിരുന്നു, പക്ഷെ അത് ലൈഫ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ദാറ്റ്സ് എ സിംഗുലർ. അപ്പൊ എന്ത് വേണം ഇവിടെ? അപ്പൊ എന്ത് വേണം? എസ് വേണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ എസ് ഉണ്ടോ? ഇല്ല. അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ എന്താ? throws. അപ്പൊ കറക്റ്റ് അല്ലേ? അപ്പൊ ഇതുപോലെ ഒരൊറ്റ എക്സാമ്പിൾ കൂടി നിങ്ങൾക്ക് എന്താക്കാണ് തരാൻ പോവുകയാണ്. യെസ്, ദാ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ എന്താക്കുക, പ്രാക്ടീസ് ചെയ്യുക, പെർഫെക്റ്റ് ആവുക, സെറ്റ് ആവുക. ഇതിന്റെ ആൻസർ കമന്റ് ബോക്സിൽ നിങ്ങൾ എന്താക്കുക, അറിയിക്കുക. ഓക്കെ ആണല്ലോ? ഇവിടെ പ്ലേസ് എന്നതിൽ മിസ്റ്റേക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഗിവ് എന്നതിൽ മിസ്റ്റേക്ക് ഉണ്ട്, ഈസ് എന്നതിൽ മിസ്റ്റേക്ക് ഉണ്ട്. അത് നിങ്ങൾ മിസ്റ്റേക്ക് കണ്ടെത്തിയിട്ട് കറക്റ്റ് നിങ്ങളുടെ മൈൻഡിലേക്ക് അതിന്റെ ആൻസേഴ്സ് വരുന്നുണ്ട്. അത് മൈൻഡിലല്ല വരേണ്ടത്, അത് കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെട്ടു എന്നുള്ളതും കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെ മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, താങ്ക് യു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ കംപ്ലീറ്റ് ഫ്രീ നോട്ട്സും കിട്ടാൻ വേണ്ടിയിട്ട് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക, സെറ്റ് ആക്കുക.